വെക്കേഷന് കൂട്ടിയിട്ട് വരുമ്പോ പപ്പ എന്തൊക്കെയാ പറഞ്ഞേ? എന്ത് പറഞ്ഞു? എങ്ങാണ്ടൊക്കെ കൊണ്ടുപോവാന്ന് പറഞ്ഞില്ലേ? പാർക്കിൽ കൊണ്ടുപോവാം, കുതിരപ്പുറത്ത് കയറ്റാം, കാർ ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരാന്നൊക്കെ. എന്നിട്ടോ ഇപ്പം പഠിപ്പിക്കാവോ കാർ ഡ്രൈവിംഗ്? ഒയ്യോ, ഇപ്പൊ വേണ്ട. വെക്കേഷൻ തീരെ ഇനിയും സമയമുണ്ടല്ലോ, പിന്നീടാവട്ടെ. അതെന്താ പപ്പ അവിടെ? അതൊരു സിമിത്തേരിയ. ആ കുന്നിനപ്പുറത്തൊരു പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളി. ആ ബെഞ്ചുകളൊക്കെ എന്തിനാ? ഇരിക്കാൻ. ഒത്തിരി പേര് വരില്ലേ അവിടെ, മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥന കഴിഞ്ഞ് ചിലരൊക്കെ ആ ബെഞ്ചിൽ ഇരിക്കും കുറെ നേരം, പിന്നെ അങ്ങ് പോകും. നമുക്കൊന്ന് പോയിരിക്കാം അവിടെ, എനിക്കും പപ്പയ്ക്കും മാത്രം. നമ്മൾ എന്തിനാ അവിടെ പോയിരിക്കുന്നത്? നമുക്കിരിക്കാൻ ആൽത്തറയും കുളക്കടവും ഒക്കെയുള്ള അമ്പലങ്ങളില്ലേ? പ്രാർത്ഥിക്കണം. ഒരിക്കലും അപ്പുമായിട്ട് പോയെന്ന് പ്രാർത്ഥിക്കണം. ഒരു കടമാണ്. ഇപ്പൊ പോവാം. വേണ്ട മോനെ, മീനാക്ഷിയെ കണ്ടു കഴിഞ്ഞ് പപ്പയ്ക്ക് 10:30 മണിക്ക് ഓഫീസിലെത്താനുള്ളതാ. ഇനി ഒരിക്കലാവട്ടെ. ഇതാണെന്ന് തോന്നുന്നു അപ്പുവിന്റെ മിന്നുവിന്റെ വീട്. അപ്പു ഇവിടെ ഇരുന്നോളൂ, പപ്പ പോയിട്ട് വരാം. വേണ്ട പപ്പ, ഞാൻ ഹോണടിച്ച മിന്നു വരും. ആരെയും കാണുന്നില്ലല്ലോ, ഞാൻ പോയി നോക്കിട്ട് വരാം. മീനാക്ഷിയുടെ വീടല്ലേ ഇത്? അതെ. ഞാൻ ബാലു. എന്റെ വീട്ടിലായിരുന്നു കുറെ ദിവസങ്ങളായിട്ട് മീനാക്ഷി. മകനെ അപ്പൂനെ നോക്കാൻ. ഇന്നലെ ആരൊക്കെ ഒന്ന് ഉപദ്രവിച്ചെന്നോ പിടിച്ചുകൊണ്ട് പോയെന്നൊക്കെ കേട്ടു. എന്താണെന്ന് അന്വേഷിക്കാമെന്ന് കരുതി. മീനാക്ഷി ഇല്ലേ ഇവിടെ? ഉണ്ട്. ഒന്ന് വിളിക്ക്. നിങ്ങളാരാ? മീനാക്ഷിയുടെ അമ്മയല്ലേ? അതെ. ഒന്ന് വിളിക്കാൻ. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ എന്നോട് പറഞ്ഞാ മതി. രുദ്രൻ ഇവിടെ? എന്റെ വീടായത്. എന്റെ സഹോദരിയാ മീനാക്ഷി. സഹോദരി എന്ന് പറഞ്ഞാൽ മുഴുവനല്ല, പകുതി. ഞാൻ ജനിച്ചു കഴിഞ്ഞാ എന്റെ അച്ഛൻ ഇവരെ കെട്ടിയത്. അതിലുണ്ടായതാ അവള്. സാറിനിപ്പോ എന്താ വേണ്ടേ? എന്റെ മകന്റെ വെക്കേഷൻ കഴിയുന്നവരെ അവനോടൊപ്പം ഉണ്ടാവുമെന്ന് മീനാക്ഷിയോട് ചോദിക്കാൻ വന്നതാ ഞാൻ. ഉണ്ടാവില്ല. എനിക്ക് ചോദിക്കുന്നത് മീനാക്ഷിയോടാണ്. ഓഹോ, എന്നാലേ സൂക്കേട് തീരുള്ളൂ അല്ലേ? ഡേയ്, അവളെ ഇങ്ങ് വിളിക്കേ. സാറ് വന്നിരിക്കുന്നു. കുറെ കാലം കൂടെ സാറിന്റെ കൂടെ ജോലിക്ക് നിൽക്കുമെന്ന് ചോദിക്കാൻ. എന്തു പറയുന്നു? ഞാൻ വരാം. അപ്പുവിന്റെ അടുത്തേക്ക് ഞാൻ വരാം. സത്യമായി ഞാൻ വരാം. അടിക്കരുത് ഇങ്ങനെ. വേണ്ട, ഇടപെടണ്ട. ഫാക്ടറി അല്ലത്. അമ്മയല്ലേ നിങ്ങൾ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? പറ അമ്മേ, ഉള്ളതെല്ലാം പറ. എനിക്ക് കാണാൻ വയ്യ. എന്റെ മോളെ ഇങ്ങനെ തല്ലിക്കൊല്ലുന്നത് എനിക്ക് കാണാൻ വയ്യ. ദയവേത് സാർ പോ. ഞാൻ പോകുന്നു. മീനാക്ഷി എന്റെ അപ്പുവിന്റെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ ഇനിയും വന്നിരിക്കും കൂട്ടിക്കൊണ്ടുപോവാൻ. ആഹാ, ഭാര്യ മരിച്ചു പോയതുകൊണ്ട് കൂടെ കിടത്താൻ എന്റെ പെങ്ങളെ തന്നെ വേണം സാറിന്, അല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എന്റെ അപ്പൂനവന്റെ മിന്നുവിന് വേണമെങ്കിൽ വരാൻ മീനാക്ഷി തയ്യാറാണെങ്കിൽ ഞാൻ വരും കൊണ്ടുപോവാൻ. ഒരുങ്ങിരുന്നോളൂ.
5-6 പേര് കൂടി ചേർന്നാ ഒരുത്തനിട്ട് തല്ലുന്നത്. ആർക്കാണ് ഇത്ര ദണ്ണം? ആർക്കടാ? ആരാണ് അവിടെ എനിക്കെതിരെ പറയാൻ? പറയടാ. മതി നാടകം കണ്ടത്. പിരിഞ്ഞു പോരടാ എല്ലാരും. പോയടാ. കിടന്ന് അടിക്കണു. പിന്നെ രാവിലെ മുതൽ ഇത് എത്രാമത്തെ തവണയാണ്? ബെല്ലടി കേട്ട് കാതിന്റെ കിണ്ണാന്റെ പറഞ്ഞു പോയി. ഹലോ, ബാലു സാർ എത്തിയോ? ബാലുസാർ എത്തിയെന്ന് ചോദിച്ചാ ഞാനെന്ത് പറയാനാ? വന്നാൽ തന്നെ ഞാനെന്താ ഇവിടെ പിടിച്ചു കെട്ടിയിടാൻ പോവാ? എല്ലാരും കാത്തു നിൽക്കുക. ബോർഡ് മീറ്റിംഗിന് സമയം കഴിഞ്ഞു. ബോർഡ് മീറ്റിംഗ് ആയാലും ലോഡ്ജ് മീറ്റിംഗ് ആയാലും ഞാനിപ്പോ എവിടെ പോയി മഷിയിട്ട് നോക്കാനാ? വന്നാ വിവരം പറഞ്ഞേക്കാം. വെച്ചേക്കട്ടെ. ഓ, എന്തോ ഒരു വിവരമില്ലാത്ത പണിക്കര്. വിവരമില്ലാത്ത കുറെ ബോർഡുകാരും. പോവാം പപ്പാ. അപ്പോ ഇന്ന് നടന്നതൊക്കെ മോനങ്ങ് മറന്നേക്ക്. കൂട്ടത്തില് കഴിയുമെങ്കിലാ മീനാക്ഷി. നമുക്ക് വേണ്ടപ്പോ ആ ബന്ധം. എന്റെ അപ്പൂസിന്റെ കൂടെ എന്നും പപ്പയുണ്ടോ? എന്നും. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. എങ്ങോട്ട്? ആരും അറിയാതെ കുറെ കാലം എസ്റ്റേറ്റ് ബംഗ്ലാവിൽ പോയി നിൽക്കാം. അവധി തീരും വരെ. അപ്പു വരും എൻ്റെ കൂടെ. വരാം. പിന്നെയും കിടന്നടിക്കുന്നു. ബാലുസാർ കാലത്തെ ഇവിടെ എണീച്ച് പോയതാ മീനാക്ഷി കൊച്ചിനെ കാണാനായിട്ട്. ഇനി കണ്ടോന്നോ അതിനെ കൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി പൊറുതിയായോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ആരെയും ചലിക്കണത്? എടോ പുല്ലേ, ഇത് ഞാൻ ബാലുവാ. സാർ സാർ ഞാൻ പണിക്കലാണ് സാർ, ക്ഷമിക്കണം സാർ. ഞാനിപ്പോ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ നിന്നാ. താനേ ആ കേശുവിന്റെ കയ്യിൽ എന്റെ അപ്പൂന്റെയും കുറെ ഡ്രസ്സുകൾ ഇഞ്ഞു കൊടുത്തേക്ക്. ഓ, ആഫീസിൽ നിന്ന് കുറെ പേര് ഇവിടെ വിളിച്ചിരുന്നു. ഏതാണ്ട് ബോർഡ് മീറ്റിംഗ് ആണെന്ന് ലോഡ്ജ് മീറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞു. ആ, ഒരാഴ്ച കഴിഞ്ഞാൽ വരുമെന്ന് പറഞ്ഞാൽ മതി. വേറെ ഒന്നും പറയണ്ട. ആരോടും ഞാൻ എവിടാന്നും പറയണ്ട. മനസ്സിലായോടൂ? ആ. എന്റെ അമ്മണിയമ്മേ സാറായിരുന്നു. ഞാൻ ആകെ അവിടെ നാണിച്ചു പോയി. നാണോ? പണിക്കരേറ്റുണ്ടോ അത്?